ചെയർപേഴ്സൺ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് മാറി തണുക്കാതെ നീറിപ്പുകയുകയാണ്. തൃക്കാക്കര നഗരസഭയിൽ നിന്ന് 7.5 കോടി രൂപ കാണാതായ വിഷയം. ലോക്കൽ ഫണ്ട് ഓഡിറ്റിൽ പണം കാണാനില്ല എന്ന് കണ്ടെത്തിയിട്ടും പണം എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരമില്ല. കൗൺസിൽ യോഗത്തിൽ പോലും ഇത് പറയാൻ കോൺഗ്രസ് ഭരണസമിതി തയ്യാറാകുന്നില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. വിഷയത്തിൽ CPIM പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഈ മാസം 26-ന് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കാനാണ് CPIMന്റെ തീരുമാനം. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള തൃക്കാക്കര നഗരസഭ ഒടുവിൽ ഓഡിറ്റ് വകുപ്പിന്റെ കണ്ടെത്തലിൽ 7.5 കോടി രൂപയുടെ തട്ടിപ്പ്. പ്രതിഷേധവുമായി പ്രതിപക്ഷം. പക്ഷേ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നൽകാൻ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രം. കള്ളൻ കപ്പലിലാണോ കപ്പലിന് പുറത്താണോ എന്നാണ് തൃക്കാക്കര നഗരസഭയിലെ പ്രതിപക്ഷത്തിന്റെ ചോദ്യം. ലോക്കൽ ഫണ്ട് വിഭാഗം നടത്തിയ ഓഡിറ്റിലാണ് UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ രൂക്ഷമായ ഓഡിറ്റ് കണ്ടെത്തലുകൾ ഉണ്ടായത്. എന്നാൽ വാർത്താ സമ്മേളനം വിളിച്ച് ചെയർപേഴ്സൺ രാധാമണി പിള്ള എല്ലാം നിഷേധിച്ചു. 7 കോടി രൂപയുടെയും ചെക്ക് നമ്മൾ എന്ന് കിട്ടി, ചെക്കിന്റെ ഡേറ്റ്, ചെക്കിന്റെ നമ്പർ, അത് ഏത് ബാങ്കിൽ കൊടുത്തു, എന്ന് കാശായിട്ട് തിരിച്ചു വന്നു, അതിന്റെ രേഖ അന്വേഷിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്ക് വേണേലും വന്ന് പരിശോധിക്കാം. നമ്മൾ രേഖ സഹിതം കാണിച്ചു തരും. അതാണ് ചെക്കിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. അല്ലാതെ ഇവിടെ യാതൊരു വിധത്തിലുള്ള ക്രയവിക്രയം നടന്നിട്ടില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇലക്ഷനൊക്കെ വരുന്നതിൻ്റെ മുന്നോടിയാണോ അല്ലെങ്കിൽ ഭരണസമിതിയെ മോശപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ എന്താണെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ ഒരു പ്രചരണം വന്നത്. അല്ലെങ്കിൽ ഓഡിറ്റും ഇതെല്ലാം എല്ലാ വർഷവും നടക്കുന്ന സംഭവമാണ്. ഇതിപ്പോൾ എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെ ഉണ്ടായെന്ന് അറിയില്ല. എന്തായാലും ഞാനത് നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വിളിച്ചിരിക്കുന്നത്. എന്നാൽ ചെയർപേഴ്സന്റെ വാക്കുകൾ വിശ്വസിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ച് DYFI പ്രതിഷേധ പ്രകടനം നടത്തി. കഴിഞ്ഞ വർഷം ഓണാഘോഷത്തിനായി നഗരസഭയിൽ നിന്ന് 22.30 ലക്ഷം രൂപ പണമായി നൽകിയിട്ട് യാതൊരു രേഖകളും സൂക്ഷിച്ചില്ല എന്ന ഓഡിറ്റ് പരാമർശത്തിൽ ചെയർപേഴ്സൺ ഒന്നും മിണ്ടുന്നില്ല എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. 12 ലക്ഷം രൂപക്ക് തീരുന്ന ഘോഷയാത്രയും മറ്റ് അനുബന്ധ പരിപാടികളും ഏതാണ്ട് 22 ലക്ഷം രൂപ വരെ ഉള്ള നടത്തിയിലാണ് അഴിമതി ആരോപിക്കുന്നത്. ആ അഴിമതി ആരോപണം ഓഡിറ്റ് കണ്ടുപിടിച്ചതാണ്. എല്ലാം ഒരേ ഒപ്പും ഒരേ ബൗച്ചറിൽ തന്നെ വെള്ളക്കടലാസിൽ എഴുതി കൊടുത്തുള്ള ബൗച്ചറാണ് കൈപ്പറ്റിയെന്നും പറഞ്ഞ് കൊടുത്തത്. അത് ഓഡിറ്റ് കണ്ടുപിടിച്ചതിൽ അഴിമതി നടത്തുന്നുണ്ട്. പണം കൈപ്പറ്റിയത് ആരെന്നതിന് പോലും തെളിവില്ല. എല്ലാത്തിനും വെള്ളപ്പേപ്പറിൽ ഒരാൾ തന്നെ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്നത് നഗരസഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ഓഡിറ്റ് റിപ്പോർട്ടിലും പറയുന്നു. ഈ വിഷയങ്ങളൊന്നും കൗൺസിൽ യോഗത്തിൽ അവതരിപ്പിക്കാൻ ഭരണസമിതി തയ്യാറാവാത്തത് അഴിമതി പുറത്തുവരുമെന്ന് പേടിച്ചിട്ടാണ് എന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു. ഈ മാസം 26-ന് നഗരസഭയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്നാണ് CPIM നിലപാട്. 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.